മലയാള നാടകവേദിക്ക് മറക്കുവാൻ പറ്റാത്ത കലാകാരനാണ് ആഹ്വാൻ സെബാസ്റ്റ്യൻ. അരനൂറ്റാണ്ടോളം കാലം നാടകകൃത്ത്, നടൻ, സംവിധായകൻ, സംഗീത സംവിധായകൻ എന്നീ നിലകളിൽ മലബാറിലെ നാടകവേദികളിൽ അദ്ദേഹം തിളങ്ങി നിന്നു. കോഴിക്കോട് ആഹ്വാൻ ആർട്സിൻ്റെ പ്രധാന നടൻ എന്ന നിലയ്ക്കാണ് സെബാസ്റ്റ്യൻ ആഹ്വാനായി അറിയപ്പെടാൻ തുടങ്ങിയത്. 1975 ആഹ്വാൻ സെബാസ്റ്റ്യൻ ആദ്യമായി ഒരു ചിത്രത്തിന് സംഗീത സംവിധാനം നിർവഹിക്കുന്നത്. തൻ്റെ സ്വന്തം നാട്ടുകാരനായ ഹരിഹരൻ സംവിധാനം ചെയ്ത ലവ് മാരേജ് എന്ന ചിത്രത്തിലായിരുന്നു അത്. ഹരിഹരൻ്റെ നിർബന്ധത്തിന് ഇണങ്ങിയായിരുന്നു അദ്ദേഹം സംഗീത സംവിധായകനായത്. യേശുദാസ് പാടിയ, മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ രചിച്ച മനോഹരമായ ഗാനങ്ങൾ ലവ് മാരേജ് എന്ന ചിത്രത്തിലുണ്ട്. ഈ അടുത്ത കാലത്ത് അന്തരിച്ച ആ മഹാനായ കലാകാരന് മുന്നിൽ നമുക്ക് ആ ഗാനം സമർപ്പിക്കാം. നീലാംബരി നീലാംബരി നീ എഴുതിയൊരു ഷമലരി, നീ എഴുതിയൊരു ഷമലരി, നീലാംബരി നീലാംബരി നീ എഴുതിയൊരു ഷമലരി, നീ എഴുതിയൊരു ഷമലരി. ശൃംഗാരമുദ്രയാൽ നിന്നീ നിറയെ സിന്ദൂര പൊട്ടുകൾ കുത്തും ഞാൻ, സിന്ദൂര പൊട്ടുകൾ കുത്തും ഞാൻ. നീലാംബരി നീലാംബരി നീ എഴുതിയൊരു ഷമലരി, നീ എഴുതിയൊരു ഷമലരി. മാധവ സദനത്തിന്നണിയറയിൽ മാറി മദാലസ്യമൂറുന്ന മാധവ സദനത്തിന്നണിയറയിൽ അരുതെന്നരുതെന്ന് വിലക്കും നിന്നെ നാലിംഗനത്താൽ പൊതിയും ഞാൻ. പിന്നെ ആ പാദചൂടം ഉമ്മ വയ്ക്കും, ഉമ്മ വയ്ക്കും, ഉമ്മ വയ്ക്കും. നീലാംബരി നീലാംബരി നീ എഴുതിയൊരു ഷമലരി, നീ എഴുതിയൊരു ഷമലരി. രാവിൽ സുധാരസം തൂന്ന പാർവണ ചന്ദ്രികായാമത്തിൽ, രാവിൽ സുധാരസം തൂന്ന പാർവണ ചന്ദ്രികായാമത്തിൽ അറിയാതെ അറിയാതെ ഒഴുകും നിന്നുടെ അനുരാഗലഹരി മുഴുകും ഞാൻ. സ്വയമാ നിർവൃതിയിൽ അലിയും ഞാൻ, അലിയും ഞാൻ, അലിയും ഞാൻ. നീലാംബരി നീലാംബരി നീ എഴുതിയൊരു ഷമലരി, നീ എഴുതിയൊരു ഷമലരി. ശാരംഗധര എന്ന പേരിൽ 1935, 1936, 1958 എന്നീ വർഷങ്ങളിലെല്ലാം
തമിഴ് സിനിമകൾ റിലീസായിട്ടുണ്ട്. ശാരംഗധര എന്ന പേരിൽ തെലുങ്കിലും സിനിമകൾ റിലീസായിട്ടുണ്ട്. ഇതിൽ 36 വന്ന പടത്തിൽ MK ത്യാഗരാജ ഭാഗവതർ എന്ന മഹാനായ ഗായകനായിരുന്നു നായകൻ. അദ്ദേഹം തന്നെയായിരുന്നു സംഗീത സംവിധായകനും. പ്രശസ്തനായ പാപനാശം ശിവനായിരുന്നു ഈ ചിത്രത്തിൽ ഗാനങ്ങൾ രചിച്ചത്. 1958 പുറത്തിറങ്ങിയ ശാരംഗധരയിൽ ശിവാജി ഗണേശനായിരുന്നു നായകൻ. ഇത് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടൊരു ചിത്രമായിരുന്നു, പ്രത്യേകിച്ചും ഇതിലെ ഗാനങ്ങൾ. NTR തെലുങ്കിലെ ശാരംഗധരനായപ്പോൾ തമിഴിൽ ശിവാജിയാണ് ശാരംഗധരനായത്. ഈ ചിത്രത്തെ ഇന്നത്തെ തലമുറ ഓർക്കുന്നത് ഇതിലെ ഗാനങ്ങൾ മൂലമാണ്, പ്രത്യേകിച്ചും വസന്തമുല്ല എന്ന ഗാനം. ഈ അടുത്ത കാലത്ത് പുറത്തു വന്ന പോക്കിരി എന്ന ചിത്രത്തിൽ മണി ശർമ്മ എന്ന സംഗീത സംവിധായകൻ ഈ വസന്തമുല്ല എന്ന ഗാനത്തെ ഫ്യൂസ് ചെയ്ത് പുതിയൊരു രൂപത്തിൽ അവതരിപ്പിച്ചപ്പോൾ നമ്മുടെ തലമുറ അത് 2 കൈയും നീട്ടി സ്വീകരിച്ചു. ഇതിൻ്റെ ഒറിജിനൽ എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കണ്ടേ? TM സൗന്ദരരാജൻ ആലപിച്ച, മരുതക്കാശി രചിച്ച, G രാമനാഥൻ സംഗീതം പകർന്ന ആ വസന്തമുല്ല ഇതാ. ते